ബി.ജെ.പി. കോർ കമ്മിറ്റിയിലും മുൻ അധ്യക്ഷന്മാരെ ഒഴിവാക്കി. ബി.ജെ.പിയിൽ കലഹം തുടരുന്നു. കെ. സുരേന്ദ്രനെയും വി. മുരളീധരനെയും കോർ കമ്മിറ്റി യോഗത്തിലും സംസ്ഥാന കമ്മിറ്റി യോഗത്തിലും നേതൃത്വം ക്ഷണിച്ചില്ല. സുരേന്ദ്രൻ അനുകൂല നേതാക്കൾ കോർ കമ്മിറ്റി യോഗത്തിൽ പ്രതിഷേധം പരസ്യമാക്കി. സംസ്ഥാന ഭാരവാഹികളെ തെരഞ്ഞെടുക്കാനുള്ള യോഗം തീരുമാനമാകാതെ പിരിഞ്ഞു. തൃശൂരിൽ ചേർന്ന സംസ്ഥാന സമിതി യോഗത്തിലേക്ക് മുൻ പ്രസിഡന്റുമാരെ ക്ഷണിക്കാതിരുന്നതിന് പിന്നാലെ കോർ കമ്മിറ്റി യോഗത്തിലും ഇവരെ ഒഴിവാക്കി. അതാണ് ബി.ജെ.പി. കോർ കമ്മിറ്റി യോഗത്തിൽ വലിയ കലഹമായി മാറിയത്. മുൻ സംസ്ഥാന പ്രസിഡന്റുമാരായ കെ. സുരേന്ദ്രൻ, വി. മുരളീധരൻ, സി. കെ. പത്മനാഭൻ എന്നിവരെയാണ് സംസ്ഥാന കമ്മിറ്റിക്ക് പുറമെ കോർ കമ്മിറ്റി യോഗത്തിൽ നിന്ന് ഒഴിവാക്കിയത്. സംസ്ഥാന സഹഭാരവാഹികളെ തീരുമാനിക്കുന്ന യോഗത്തിൽ നിന്നും മുതിർന്ന നേതാക്കളെ ഒഴിവാക്കിയതിൽ വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. സുരേന്ദ്രൻ പക്ഷക്കാരനായ ശ്രീ കൃഷ്ണകുമാറാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ നിലപാടിനെ തുറന്നടിച്ചത്. വിമർശനം കടുത്തതോടെ പുനഃസംഘടന ഒഴിവാക്കി കോർ കമ്മിറ്റി യോഗം പിരിഞ്ഞു. രാജീവ് ചന്ദ്രശേഖർ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്ത ശേഷം സംസ്ഥാനത്തെ പ്രധാന നേതാക്കളെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ അടുപ്പിക്കാറില്ല എന്ന വിമർശനം മുതിർന്ന നേതാക്കൾക്ക് തന്നെയുണ്ട്. ഐ.ടി. സെല്ലിന്റെയും സംസ്ഥാന ഓഫീസിന്റെയും ചുമതലകളിൽ നിന്ന് സുരേന്ദ്രൻ, വി. മുരളീധരൻ വിഭാഗക്കാരെ നേരത്തെ തന്നെ രാജീവ് ചന്ദ്രശേഖർ മാറ്റിയിരുന്നു. ഇരുവരുമായി അടുപ്പം പുലർത്തിയിരുന്ന നേതാക്കളിൽ പലരും രാജീവ് ചന്ദ്രശേഖറിനൊപ്പം ചേരുകയും ചിലരെ ഒപ്പം നിർത്തുകയും ചെയ്തു. സംസ്ഥാനത്ത് കാലങ്ങളായി പ്രവർത്തിക്കുന്ന നേതാക്കളെ ഒഴിവാക്കുന്നതിൽ RSSനും അതൃപ്തിയുണ്ട്. പാർട്ടിയിൽ മുതലാളിത്ത വ്യവസ്ഥ അംഗീകരിക്കാനാകില്ല എന്നാണ് വിമർശനം. കെ. സുരേന്ദ്രനെയും വി. മുരളീധരനെയും ഒഴിവാക്കിയതിന്റെ മാനദണ്ഡം എന്തെന്നും ചോദ്യമുയർന്നു. മുതലാളിത്ത വ്യവസ്ഥ അംഗീകരിക്കാനാവില്ല. ബി.ജെ.പി. കമ്പനിയല്ല, ബലിദാനികളുടെ രക്തത്തിൽ വളർന്ന പാർട്ടിയാണെന്നും ഒരു സുപ്രഭാതത്തിൽ ഒരു മുതലാളി വന്ന് ഭരിക്കാമെന്ന് കരുതേണ്ട എന്നും നേതാക്കൾ പ്രതികരിച്ചു. സംസ്ഥാന നേതൃയോഗത്തിൽ നിന്ന് ഒഴിവാക്കിയതിനെതിരെ ദേശീയ നേതൃത്വത്തിന് പരാതി നൽകാൻ വി. മുരളീധര പക്ഷത്തിന്റെ തീരുമാനം.